കേരളത്തിലെ CPM-ന്റെ അനൗദ്യോഗിക ജിഹ്വയായിരുന്നു റെജി ലൂക്കോസ് എന്ന കോട്ടയത്തുകാരൻ. അതെ, ആ കോട്ടയത്തുകാരൻ നസ്രാണി ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുകയാണ്. വലിയ CPM-ന് വേണ്ടി വാതോരാതെ ചാനലിൽ കിടന്ന് ചർച്ച ചെയ്യുകയും പ്രതിപക്ഷത്തിരിക്കുന്നവരോട് വളരെ ഈ വാചക കസർത്ത് കൊണ്ട് ഒരുതരം തീരെ തരം താഴുന്ന രീതിയിലുള്ള പ്രസംഗത്തിലേക്ക് വരെ പോകുന്ന ആളായിരുന്നു റെജി ലൂക്കോസ്. ആ റെജി ലൂക്കോസിനെ എങ്ങനെ BJP ഉൾക്കൊള്ളും? BJP ഉൾക്കൊള്ളാനും റെജി ലൂക്കോസിന് കഴിയുമെന്നുള്ളതാണ്. അല്ല, ഇതിപ്പോൾ BJP ഇത്രയും നാൾ കേക്കുമായി അരമനകളിൽ പോകുമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ അരമന ചെന്ന് കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ഇതിനോട് വലിയ താല്പര്യമില്ല, അച്ഛനെടുത്ത് കപ്പിയാർക്ക് കൊടുക്കും. കപ്പിയാർക്ക് ഇത് BJP-കാരൻ്റെതായതുകൊണ്ട് കഴിക്കാൻ താല്പര്യമില്ല, അവനെടുത്ത് പട്ടിക്ക് കൊടുക്കും. അതാണ് ഈ പലപ്പോഴും ഈ കേക്ക് പ്രശ്നത്തിൽ BJP-ക്ക് ഒരു ഗുണവും കിട്ടിയില്ലെന്ന് മാത്രമല്ല അവമാനമാണ് ഉണ്ടായത്. അപ്പോൾ അവരിപ്പോൾ ആ പരിപാടി നിർത്തി. അപ്പോൾ ഇനി അരമനയിലേക്ക് പോകുന്നില്ല, അതിന് പകരം നല്ല വാക്ചാതുര്യമുള്ളതും പ്രവർത്തന ശൈലിയുള്ളതുമായ ക്രിസ്ത്യാനികളെ തങ്ങളുടെ ചേരിയിലേക്ക് ചേർക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിലെ ആദ്യത്തെ ആളായിരിക്കും റെജി ലൂക്കോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റെജി ലൂക്കോസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വരില്ല, അത് ഒരു വലിയ പ്ലാനിൻ്റെ ഭാഗമാണ്. ഇനി BJP പ്ലാൻ ചെയ്യുന്നത് അരമനയിലേക്ക് പോകുന്നില്ല, അച്ഛനെയും കാണുന്നില്ല, കപ്പിയാരെയും കാണുന്നില്ല, പകരം ഇനി സാധാ പ്രവർത്തകർ മുതൽ ഇത്തരത്തിൽ ഗംഭീര വാചകമടിച്ച് നടക്കുന്നവർ, BJP വിരുദ്ധരും BJP-ക്ക് മിതമായി എതിരെ മിതമായി വാചകമടിക്കുന്നവരും പ്രവർത്തകരും പ്രവർത്തിച്ച് വെപ്രാളം കാണിക്കുന്നവരെയൊക്കെ ഇനി BJP-യിലേക്ക് ചേർക്കുക എന്നുള്ളൊരു ശൈലിയിലേക്ക് അവർ പോയിരിക്കുന്നു. അതിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മെമ്പർഷിപ്പ് റെജി ലൂക്കോസിന് കൊടുത്തുകൊണ്ടായിരിക്കും അവർ ആരംഭിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കിന്ന് ഈ റെജി ലൂക്കോസ് പോയതിൽ പലരും നടുങ്ങുന്നത് റെജി വലിയ CPM-ന്റെ നേതാവും ഒന്നും അല്ല. ഇപ്പൊ ലോക്കൽ സെക്രട്ടറി ആക്കിയവര് അല്ല, വാതോരാതെ CPM-ന് വേണ്ടി അങ്ങ് വലിയ പ്രസംഗം നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള എന്തിനേയും അന്ധമായിട്ട് CPM-നെ അനുകൂലിച്ച് നിൽക്കുന്ന ആളായിരുന്നു. അന്ധമായി പറയുന്നവരെ നമ്മൾ അന്ധമായി വിശ്വസിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. നിങ്ങൾ ആരാ അന്ധമായി പറയുന്നു, അവര് അന്ധമായിട്ട് അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. റാഷണലായിട്ട്, അതായത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട്, നിലവിലെ കാര്യകാരണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട്, ഒരു റീസന്റെ ഭാഗമായിട്ട്, ഒരു തെളിവിന്റെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കുന്നവരെ നമ്മൾ വിശ്വസിക്കാവൂ എന്നുള്ളതാണ്. കാരണം അവൻ വിവേകം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്തവർ വിചാരവും ചിലപ്പോൾ അവൻ്റെ ആഗ്രഹവും ദുരാഗ്രഹവും ഒക്കെ ആയിരിക്കും ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല ചാനൽ ചർച്ചാ വക്താക്കളും ഇങ്ങനെയാണ് പറയുന്നത്. കാരണം ഇത് പറയാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ടാണ് പലരും ഈ ചാനൽ ചർച്ചയിൽ ഇവർ വരുമ്പം ചാനൽ മാറ്റുകയും പലപ്പോഴും ഇവർക്ക് പാർട്ടിക്ക് എതിരായിട്ട് തന്നെ ഒരു ജനരോഷം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ചാനൽ ചർച്ചക്കാരാണെന്നാണ് പൊതുവെയുള്ള വിശകലനം. അതുകൊണ്ട് ഇപ്പോൾ അവർ കുറച്ച് മയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം ഭേദപ്പെട്ടവരെ അവർ സാധാരണഗതിയിൽ ഒരു മിതമായിട്ട് പറയുന്ന 1-2 പേരെയാണ് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ചാനലിലേക്ക് വിടാറ്. അപ്പോൾ വലിയ ഗോഗുവ വിളിക്കാരെയും വെറും വിഡ്ഢിവാചകം അടിക്കുന്നവരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ഇപ്പം അതൊന്നുമല്ല അവർക്ക് പ്രശ്നം. അവർക്ക് താഴെത്തട്ടിലും ഇടത്തട്ടിലും ഒക്കെ കുറച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഇനി പള്ളിയിലും അരമനയിലും ഒന്നും പോയിട്ട് കാര്യമില്ല. സാധാരണക്കാരനോട് സംസാരിക്കുക, അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അവരെ കൂടെ നിർത്തുക. പിന്നെ ഇത്തരം പ്രൊപ്പഗാൻഡ നടത്തുന്നവരെ മാറ്റുമ്പോൾ പെട്ടെന്ന് ഇപ്പം 100 ക്രിസ്ത്യാനിയെ മാറ്റുന്നതിനേക്കാൾ ഹൈലൈറ്റ് കിട്ടുന്നതാണ് ബഹളം വയ്ക്കുന്നതായാലും ഒരു റെജി ലൂക്കോസിനെ മാറ്റുമ്പോൾ. കേരളം ഒട്ടൊക്കെ അറിഞ്ഞില്ലേ? നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത് കൊണ്ടല്ലേ, റെജി ലൂക്കോസ് ആയതുകൊണ്ടല്ലേ. അല്ലാതെ ഒരു കോട്ടയത്തെ ഒരു തോമസോ വർഗീസോ BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിത് സംസാരിക്കൂ? റെജി ലൂക്കോസ് വന്നതുകൊണ്ട് അത് BJP-യുടെ ഒരു തന്ത്രമാണ്. BJP അവർ താഴെത്തട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനം ഒരു മേളെ കാണിച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ അത്ഭുതകരമായ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ റെജി ലൂക്കോസിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറയിച്ചു. അത് റെജി ലൂക്കോസ് ഭംഗിയായിട്ട് പറഞ്ഞു, ദ്രവിച്ച ആശയങ്ങളിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. അത് CPM-ന്റെ മണ്ടക്കിട്ടൊരു CPM-ന് ഒന്നാം തരം ഒരു ചുറ്റി വെച്ചുള്ള അടിയായിപ്പോയി.
ഈ അരിവാൾ ചുറ്റി നക്ഷത്രം ഏൽപ്പിച്ചത് ഈ റെജി ലൂക്കോസിനെ ആയിരുന്നു. അതിലെ ചുറ്റിക ഊരി തലയ്ക്ക് തന്നെ അടിച്ചു കൊടുത്തു. ഈ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ നാട് യുവാക്കൾക്ക് ഗതിയില്ലാത്ത നാടായിരിക്കുന്നു, അവരിവിടെ നിൽക്കുന്നില്ല, നാട് വിട്ട് ഓടുന്നു. പിന്നെ കേരളം ഒരു വൃദ്ധസാധനമായി മാറുന്നു. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടുന്നു എന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. പിന്നെ ഞാൻ ഉത്തരേന്ത്യയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ റോഡുകൾ, വികസനം, അവിടുത്തെ പിന്നെ മാറ്റങ്ങൾ ഒക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എൻ്റെ കൊച്ചു കേരളത്തിൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചു. അതുകൊണ്ട് BJP ഇവിടെ വരേണ്ടത് ആവശ്യമാണ് എന്നും റെജി ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന ആൾ കൂടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എനിക്ക് പൊറുതിമുട്ടി. ഓടി ഞാൻ മാരാർജി ഭവനിൽ വന്ന് ഇതാ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് BJP-കാരനായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എത്ര അരമനെ കയറിയാൽ ഇതുപോലൊരു വാചകം കിട്ടും. പള്ളിയിലച്ചൻ ഇറങ്ങുമ്പോൾ കേക്കെടുത്ത് കപ്പ്യാർ കൊടുക്കും, കപ്പ്യാർ എടുത്ത് പട്ടിക്ക് കൊടുക്കും. ഇതങ്ങനെയല്ല, ഉടൻ ഇൻസ്റ്റന്റ് റിപ്ലൈ അല്ലേ, ഇൻസ്റ്റന്റ് റെസ്പോൺസ് അല്ലേ. BJP-യുടെ തന്ത്രം കൊള്ളാം, വലിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏത് തരത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കുമെന്നുള്ളതും ഇതിന് അനുകൂലം പ്രതികൂലമൊന്നുമില്ല. ഇതിന്റെ അനുകൂലമല്ല, ഇതിന്റെ ഒപ്പം താഴെത്തട്ടിൽ ഒത്തിരി പേരെ ഇതുപോലെ മാറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പറയാനും പറ്റില്ല. ഇവിടെ കിടന്ന് ചാനലെല്ലാം ഗർവാണം അടിച്ചുകൊണ്ടിരുന്ന റെജി ലൂക്കോസ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. പിന്നെ ചുമ്മാ ഈ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന തോമസ്, വർഗീസ്, ഔസേപ്പേ, വാ ഇങ്ങോട്ട് BJP-യിൽ മെമ്പർഷിപ്പ് എടു, നമുക്കൊരു വയറ്റായ തവണ. എന്തിന് ഈ രാജ്യദ്രോഹികൾക്കും മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ വോട്ട് കൊടുക്കുന്നു? അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പുന്നവർക്ക് വീണ്ടും നിങ്ങൾ വോട്ട് കൊടുക്കുന്നു? അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഒക്കെ ചെയ്യുന്നവർക്ക് എന്തിനു വോട്ട് കൊടുക്കുന്നു? അതിൻ്റെ കൂടെ കൂടുന്നവർക്ക് എന്തിനു വോട്ട് കൊടുക്കുന്നു? ഞങ്ങളുടെ കൂടെ വന്ന് നെല്ല് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെ 10 പേരെ സംഘടിപ്പിക്കുന്നതാണ് നല്ലതെന്നുള്ളത് BJP-ക്ക് മനസ്സിലായി. ഇനി അരമനെ പോയി അച്ഛൻ പറഞ്ഞാൽ ഒട്ടുമാരും കേൾക്കില്ല. കാരണം അവിടെ പള്ളി കമ്മിറ്റി ഉണ്ട്. ആ പള്ളി കമ്മിറ്റിക്കകത്ത് 50% ക്രിസ്ത്യാനിയല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. അവൻ പള്ളി കമ്മിറ്റി വരുന്നത് തന്നെ എന്തിനെന്നറിയാമോ? അച്ഛൻ അവിടെ BJP-ക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ മോദിക്ക് അനുകൂലമായിട്ടോ വല്ലതും പറഞ്ഞാൽ ആ പിന്നെ തലയിലിരിക്കുന്ന തൊപ്പി വരെ തെറിപ്പിക്കാനാണ് അവിടെ ഈ CPM-കാർ പള്ളിയിൽ പോകുന്നത്. അല്ലാതെ പള്ളിയിലെ കമ്മിറ്റിയിലോ പള്ളിയിലെ പ്രവർത്തനത്തിലോ പ്രാർത്ഥനയിലോ ഒന്നും അവർക്ക് ഒരു താല്പര്യമില്ല. അവിടെ അത് പിന്നെ CPM-ൻ്റെ LCയും ഏരിയയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ കമ്മിറ്റി. അതിനാണ് ഈ പള്ളി കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റിയിലും ഒക്കെ അവർ കയറിയിരിക്കുന്നത്. കാരണം അവിടെ എന്തെങ്കിലും ഒരു അനക്കം നടന്നാൽ പിന്നെ BJP-ക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ടോ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ചാടി വീണോണം. അത്തരത്തിലുള്ള റെജി ലൂക്കോസ് ചാവേറുകളെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ പള്ളി കമ്മിറ്റിയിലും. അതുകൊണ്ട് ഈ ആള് കേൾക്കുന്നത് ഇത് പള്ളി കമ്മിറ്റിയിൽ എതിർപ്പ് വന്നു, അച്ഛനെതിരെ കൂവി എന്നൊക്കെ ചില പത്രത്തിലൊക്കെ വരും. BJP-യുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനെതിരെ കൂക്കുവിളിയായിരുന്നു, അല്ലെങ്കിൽ അച്ഛനെ ഗോഗുവ വിളിച്ചു. അച്ഛനെ ഗോഗുവ വിളിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരും ക്രിസ്ത്യാനിയല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ റെജി ലൂക്കോസിന് പിന്നാലെ ഇനിയൊരു പിന്തുടർച്ച CPM-ൽ നിന്ന് BJP-യിലേക്ക് ഉണ്ടാകും. അല്ല, അത് എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഇന്നലെയും തുടങ്ങിയതല്ലോ. മാറ്റം പിന്നെ കുറേ നാളായിട്ട്. അതല്ലേ ഈ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ളത് പിടിക്കാനും പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ 140 മണ്ഡലങ്ങളിൽ വെറും 26 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 10,000-ന് മേൽ വോട്ടാണ്. അതിൽ 52 മണ്ഡലങ്ങളിൽ 30,000-ന് മേൽ വോട്ടാണ്. അതിൽ 19 മണ്ഡലങ്ങളിൽ 40,000-ന് മേൽ വോട്ടാണ്. ഇതൊക്കെ എങ്ങനെയാണ് പറ്റിയത്? ഇത് BJP പിന്നെ അവിടുന്ന് ചന്ദ്രനിൽ നിന്നോ അല്ലെങ്കിൽ വ്യാഴത്തിൽ നിന്നോ ആളെ ഇറങ്ങിക്കൊണ്ടൊന്നല്ലല്ലോ, കേരളത്തിലുള്ളവർ തന്നെയല്ലോ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് BJP വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മാറ്റങ്ങൾ അവർ റെജി ലൂക്കോസ് പോലെയുള്ള നിരവധി പേരിൽ നിന്ന് മേൾത്തട്ടിൽ താഴെത്തട്ടിൽ ഇത് അറിയാതെ പടർത്തിക്കൊണ്ടിരുന്നു. CPI-കാർ പറയുകയാണ്, CPM-കാരത്ത് പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലൊക്കെ എന്താ അവർ കാണിച്ചിരിക്കുന്നത്? അവർ എല്ലായിടത്തും പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു, ഇനി ഈ വേരൊക്കെ പിഴുതു കളയാൻ നമുക്ക് പറ്റില്ല എന്ന് CPI-കാർ പരാതി പറയുന്ന കാലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ BJP-യുടെ പെർസെൻറ്റേജ് വളരുന്നില്ല എന്നൊക്കെ പറയുന്നവരുടെ ഉദ്ദേശം ഇതാണ്. എങ്ങനെയെങ്കിലും ഇത് സംഗതി ഏതെങ്കിലും പറഞ്ഞത് ഡൗൺ ആക്കി വെക്കണം, ആൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല എന്ന് വരുത്തണ്ടേ. അതിനായിട്ടുള്ള ചാനലുകളുടെയും മറ്റ് BJP വിരുദ്ധരുടെയും പ്രധാന ആയുധമാണത്. അല്ലാതെ BJP വളരാതിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവർ അതിശക്തമായിട്ട് വളരുന്നു എന്നതിനപ്പുറം അവർ ചില കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒക്കെ വലിയ കോട്ടകൾ തന്നെ പിടിച്ചടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അതിൽ പിടിച്ചടക്കാത്തത് ലീഗുകാരുടെ കോട്ടകളാണ്, അതവർക്ക് കിട്ടിയില്ല. ഈ 26 സീറ്റ് ഞാൻ പറഞ്ഞില്ലേ, 140-ൽ 26 സ്ഥലങ്ങളിൽ 10,000-ന് താഴെയാണ് വോട്ട്. അതിൽ 16 എണ്ണവും പിന്നെ മുസ്ലിം കോട്ടകളിലാണ്. മലപ്പുറത്തും പിന്നെ സമീപ പ്രദേശങ്ങളിലുമായിട്ടാണ് ഈ 16 എണ്ണവും. ബാക്കി 10 എണ്ണമേ ഉള്ളൂ അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ, CPM-ൻ്റെ കണ്ണൂരോ അതുപോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇടുക്കിയിലെയോ പത്തനംതിട്ടയിലെയോ ഒക്കെ ഏതെങ്കിലും ചില ക്രിസ്ത്യൻ തൃശ്ശൂർ, പിന്നെ കോട്ടയത്തൊന്നും അങ്ങനെ കുറവുള്ളത് അധികവും അത്തരം സ്ഥലങ്ങളിലാണ്. ഞാൻ അന്നൊരു ലിസ്റ്റ് വായിച്ചില്ലേ, 26 എന്ന് പറയുന്നതിൽ മുഴുവൻ ഏതാണ്ട് 13 സ്ഥലങ്ങളും 16 സ്ഥലങ്ങളും പിന്നെ മുസ്ലിം കോട്ടകളാണ്. പിന്നെ 2-3 സ്ഥലങ്ങളുള്ളത് ഒന്ന് ഈ പിന്നെ ഉൾനാടൻ ഉടുമ്പൻചോല പോലുള്ള പ്രദേശങ്ങൾ, അതാണ്ടൊക്കെയാണ് കുറച്ച് വ്യത്യാസങ്ങൾ. ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെയാണ് സീറ്റ് അവർക്ക് വോട്ട് പെർസെൻറ്റേജ് കുറവുള്ളത്. അവർ വ്യാപകമായി നിൽക്കുകയാണ്. ഇനിയും അവർ വളരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റെജി റിപ്പോസുമാർ പലരും വരും. പള്ളിയിലച്ചന്മാരോട് ടാറ്റ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.